നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരളൻ തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടത് നല്ല പൊടിയായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കേണ്ട, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഇതൊരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഈ കറി വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതുകൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മഞ്ഞൾപ്പൊടി. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും പൊടി നന്നായിട്ട് മൂത്ത് കിട്ടും. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. മഞ്ഞൾപ്പൊടി ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. 1 മിനിറ്റ് വഴറ്റിയാൽ മതി. നമ്മൾ പൊടികൾ വഴറ്റുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട്. അപ്പോൾ മല്ലിപ്പൊടിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മുളക് പൊടിയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയും ഇതുപോലെ നന്നായിട്ട് ഇതിലിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഗരം മസാല ഇതിൽ ചേർത്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് ഗരം മസാല പൊടി തയ്യാറാക്കാൻ നേരത്ത് ആവശ്യമുള്ളതെല്ലാം അതിലേക്ക് ചേർക്കുന്ന ഹോൾ മസാലാസ് എല്ലാം നമ്മളൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മളൊരു 2 മിനിറ്റ് ചിക്കനൊക്കെ ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സർവിംഗ് ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ സവാള വഴറ്റുന്ന സമയത്ത് സവാള ഒരല്പം കൂടുതൽ ചേർത്താൽ മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരളൻ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.